Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചറിൽ CET 401 ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചേഴ്സിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ 10th ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബഡ് ജോയിൻറ്റിൻ്റെ ഒരു അനാലിസിസ് പ്രോബ്ലമാണ് ചെയ്തത്. ഈ വീഡിയോയിൽ നമ്മൾ ബഡ് ജോയിൻറ്റിൻ്റെ തന്നെയാണ് ചെയ്യുന്നത്. ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ബഡ് ജോയിൻറ്റിൽ തന്നെ ഡിഫറെൻറ്റ് തിക്നെസ് ഉള്ള പ്ലേറ്റുകൾ തമ്മിലുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2 plates 10 mm and 18 mm thick are connected by a double cover butt joint using 6 mm cover plates as shown in figure. Find the strength of the joint. Given M20 bolt of grade 4.6 and FE 410 grade of plate. Okay. അപ്പോൾ ഫിഗർ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഫിഗറിൻ്റെ സെക്ഷണൽ വ്യൂ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് ഈ കംപ്ലീറ്റ് ഡീറ്റെയിൽ മനസ്സിലാവും. ഇവിടെ മെയിൻ പ്ലേറ്റ് രണ്ടെണ്ണമാണ്. 18 mm തിക്നെസ്സിലുള്ളതും 10 mm തിക്നെസ്സിലുള്ള പ്ലേറ്റാണ് ഇവിടെ ജോയിൻ ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ 18 mm തിക്നെസ്സിലുള്ള പ്ലേറ്റ്, അതിൻ്റെ കൂടെ 10 mm തിക്നെസ്സിലുള്ള പ്ലേറ്റ്. ഇനി ഇവിടെ നമുക്ക് ഈ ജോയിൻറ്റ് ഒരേ ലെവലിൽ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എക്സ്ട്രാ ഒരു പ്ലേറ്റ് കൂടി വെക്കേണ്ടി വരും. അപ്പോൾ ഇത് 18 mm, ഇത് 10 mm. സ്വാഭാവികമായിട്ടും നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന ഒരു പ്ലേറ്റ് എത്രയായിരിക്കും തിക്നെസ്? ഇത് കണക്കാവണമെന്നുണ്ടെങ്കിൽ 8 mm ആയിരിക്കും കൊടുക്കേണ്ടത്. ഇത് കൂടാതെ കവർ പ്ലേറ്റ് 6 mm തിക്നെസ്സിലുള്ള കവർ പ്ലേറ്റ് ഡബിൾ കവറാണ്. മുകളിലും കൊടുത്തിട്ടുണ്ട്, താഴെയും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു ജോയിൻറ്റിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾ ആ രീതിയിൽ മനസ്സിലാക്കി വേണം ചെയ്യാൻ. 18 mm തിക്നെസ്സിലുള്ള മെയിൻ പ്ലേറ്റ്, 10 mm തിക്നെസ്സിലുള്ള ഒരു മെയിൻ പ്ലേറ്റ്. ഇനി ആ തിക്നെസ് കറക്റ്റാക്കാൻ വേണ്ടി ഒരു പാക്കിംഗ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തിക്നെസ് തന്നിട്ടില്ല, പക്ഷേ എങ്കിലും നമുക്ക് മനസ്സിലാവും 18 - 10 ചെയ്ത 8 mm തിക്നെസ്സിലുള്ള പാക്കിംഗ് പ്ലേറ്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് പാക്കിംഗ് പ്ലേറ്റ്. ഓക്കെ, അപ്പോൾ പാക്കിംഗ് പ്ലേറ്റിൽ നമ്മൾ എക്സ്ട്രാ അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ബോൾട്ടാണ് ടാക്കിംഗ് ബോൾട്ട്. ഇനി ഇത് കൂടാതെ 2 കവർ പ്ലേറ്റ്, നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ ഡബിൾ കവറാണ്. മുകളിലും ഒരു 6 mm കവർ പ്ലേറ്റ് ഉണ്ട്, താഴെ ഒരു 6 mm കവർ പ്ലേറ്റ് ഉണ്ട്. സെക്ഷനിൽ നമുക്ക് ഒരു സൈഡിൽ 2 ബോൾട്ട്, അടുത്ത സൈഡിൽ 2 ബോൾട്ട്. ഈ സൈഡെന്ന് ഞാൻ ഉദ്ദേശിച്ചത് കറക്റ്റ് പകുതി ഇവിടെയാണ്. ഇതൊരു പ്ലേറ്റ്, ഇത് അടുത്ത പ്ലേറ്റ്. അപ്പോൾ ഒരു സൈഡിൽ സെക്ഷനിൽ 2 ബോൾട്ട് കാണാം, ഇവിടെ സെക്ഷനിൽ 2 ബോൾട്ട് കാണാം. ഇനി അത് 2 റോ ആണെന്ന് നമുക്കറിയത്തുള്ളൂ. കറക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു പ്ലാൻ വ്യൂവിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇതാണ് കറക്റ്റ് ഹാഫ്. ഒരു സൈഡിൽ 3 ബോൾട്ടിൻ്റെ 2 റോ വരുന്നുണ്ട്. 2 റോ അല്ല, 2 കോളം വൈസ് ലെയേഴ്സ് വരുന്നുണ്ട്. ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്ലേറ്റ് എടുത്താൽ, ഒരു ഹാഫ് പ്ലേറ്റ് എടുത്താൽ ടോട്ടൽ 6 നമ്പർ ഓഫ് ബോൾട്ടാണ് വരുന്നത്. ഒരു സൈഡിൽ 6 ബോൾട്ട്, അങ്ങനെ അടുത്ത സൈഡിൽ 6 ബോൾട്ട്. ആക്ച്വലി നെറ്റ് എഫക്റ്റിൽ ഈ ഒരു പ്ലേറ്റ് എടുത്താൽ 6 ബോൾട്ട് വരുന്നുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഈ ഒരു ടാക്കിംഗ് ബോൾട്ട് ഉണ്ടല്ലേ, ടാക്കിംഗ് ബോൾട്ട് നമുക്കിവിടെ കണക്ഷൻ വരുന്നത് ഈ ടാക്കിംഗ് ബോൾട്ടും ഈ ഒരു മെയിൻ പ്ലേറ്റുമായിട്ട് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടി നമ്മൾ ഇപ്പുറത്ത് ഒരു ടാക്കിംഗ് ബോൾട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു റിവറ്റ് പോലെ. അതാണ് ഇവിടെ റെഡ് കളറിൽ കാണുന്നത്. അത് ഇമ്പോർട്ടൻസ് അല്ല, എങ്കിലും നമ്മൾ ഡീറ്റെയിലിംഗ് കാണിച്ചതേ ഉള്ളൂ. ഇനി അടുത്തത് ഈ ബോൾട്ടിൻ്റെ സെൻറ്റർ മുതൽ അടുത്ത ബോൾട്ടിൻ്റെ സെൻറ്റർ വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് പിച്ച് 60 ആണ്. അതുപോലെ ബോൾട്ടിൻ്റെ സെൻറ്റർ മുതൽ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ്, അതായത് എൻഡ് ഡിസ്റ്റൻസ് 40 ആണ്. ഇനി അടുത്ത് ഈ ഒരു രീതിയിലെടുത്താൽ ഈ ബോൾട്ടിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് നമ്മൾ ഗേജ് ലെങ്ത് എന്ന് പറയും, അത് 60 ആണ്. ഇവിടെയും 60 ആണ്. ഇനി അടുത്തത് ഈ ബോൾട്ടിൻ്റെ സെൻറ്റർ മുതൽ ഈ എൻഡ് വരെയുള്ള എഡ്ജ് ഡിസ്റ്റൻസ്, അത് 40 ആണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിലാണ് നമുക്ക് ഫിഗറിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദ ഫുൾ അനാലിസിസ് ഈസ് ആസ് പെർ IS 800/2007 കോഡ്. ഗിവൺ ഡാറ്റാസ് ആയിട്ട് പ്ലേറ്റിൻ്റെ ഡയമെൻഷൻസ് 2 എണ്ണം ഉണ്ട്. 10 mm 18 mm പ്ലേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ T1 = 18, T2 = 10 mm. കവർ പ്ലേറ്റ് ആയിട്ട് 2 കവർ പ്ലേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഓരോ കവർ പ്ലേറ്റും 6 mm ആണ്. പാക്കിംഗ് പ്ലേറ്റ് ഡയമെൻഷൻ തന്നിട്ടില്ല, എങ്കിലും നമുക്ക് എടുത്തെഴുതാൻ പറ്റും. 8 mm തിക്നെസ്സിലുള്ള പ്ലേറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇനി M20 ബോൾട്ടാണ്. ദാറ്റ് മീൻസ് ഡയമീറ്റർ ഓഫ് ദ ബോൾട്ട് d = 20 mm. ബോൾട്ടിൻ്റെ ഗ്രേഡ് 4.6 ആണ്, പ്ലേറ്റിൻ്റെ ഗ്രേഡ് 410 ആണ്. ഇത്രയാണ് നമുക്ക് ഗിവൺ ഡാറ്റയിൽ വരുന്നത്. ഇനി സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റെപ്പ് നമ്പർ 1, കാൽക്കുലേഷൻ ഓഫ് പ്രിലിമിനറി വാല്യൂസ്. ഇപ്പോൾ പ്രിലിമിനറി വാല്യൂസ് ആയിട്ട് നമുക്ക് ഡിസൈനിന് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രിലിമിനറി വാല്യൂസും നമുക്ക് സ്റ്റെപ്പ് നമ്പർ 1 തന്നെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ബോൾട്ടിൻ്റെ ഗ്രേഡ് 4.6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ബോൾട്ടിൻ്റെ FUBയും FYയും കണ്ടുപിടിക്കാം. FUB എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഓഫ് ബോൾട്ടും FY എന്ന് വെച്ചാൽ ഈൽഡ് സ്ട്രെങ്ത് ഓഫ് ബോൾട്ടും. അപ്പോൾ അതൊന്നെങ്കിൽ പേജ് നമ്പർ 13 ടേബിൾ നമ്പർ 1 നിന്ന് എടുത്ത് എഴുതാം, അതല്ലെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം.
അപ്പോൾ ഇതിൻ്റെ അകത്ത് 4.6 4 റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇറ്റ് മീൻസ് 1/100th ഓഫ് FUB. അപ്പോൾ അവിടെ നിന്ന് FUB is equal to 4 into 100 എന്ന് എഴുതാം, വിച്ച് is equal to 400 Newton/mm². ബോൾട്ടിൻ്റെ FUB വാല്യൂ കിട്ടി. ഇനി അടുത്തത് ഈ ഗ്രേഡിൽ തന്നെ 4 കഴിഞ്ഞിട്ടുള്ള ഡിജിറ്റ്, അതായത് 0.6 നൊട്ടേറ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് FY ഡിവൈഡഡ് ബൈ FU. ബോൾട്ടിൻ്റെ ഈൽഡ് സ്ട്രെങ്ത്തിൻ്റെയും അൾട്ടിമേറ്റ് സ്ട്രെങ്ത്തിൻ്റെയും റേഷ്യോ ആണ് ഈ 0.6 നൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് FU is equal to എങ്ങനെ എഴുതാം? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 0.6 into FUB എന്ന് എഴുതാം. 0.6 into FUB 400 എന്ന് കിട്ടി. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ FY ബോൾട്ടിൻ്റെ ഈൽഡ് സ്ട്രെങ്ത്ത് 240 Newton/mm² എന്ന് കിട്ടും. അടുത്തത് പ്ലേറ്റിൻ്റെ ഗ്രേഡ് FE 410 എന്നാണ് തന്നേക്കുന്നത്. പേജ് നമ്പർ 14 ടേബിൾ നമ്പർ 1 എടുത്തു കഴിഞ്ഞാൽ ബോൾട്ടിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത്തും ഈൽഡ് സ്ട്രെങ്ത്തും നമുക്ക് എടുത്തെഴുതാൻ പറ്റും. അൾട്ടിമേറ്റ് സ്ട്രെങ്ത്ത് 410 ഇത് തന്നെയായിരിക്കും. ഈൽഡ് സ്ട്രെങ്ത്ത് ടേബിളിൽ നിന്ന് 250 Newton/mm² എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് M20 ബോൾട്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ബോൾട്ടിൻ്റെ ഡയമീറ്റർ D is equal to 20 mm ആണ്. ഇനി ബോൾട്ട് ഹോളിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കണം. ബോൾട്ട് ഹോളിൻ്റെ ഡയമീറ്ററിനെ D0 എന്നാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ D0 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡയമീറ്റർ പ്ലസ് ക്ലിയറൻസ് ഡിസ്റ്റൻസ് ആണ്. ക്ലിയറൻസ് ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് പേജ് നമ്പർ 73 ടേബിൾ നമ്പർ 19 കിടപ്പുണ്ട്. അപ്പോൾ 20 mm ഡയമീറ്റർ ബോൾട്ടിന് നമ്മൾ കൊടുക്കേണ്ട ക്ലിയറൻസ് 2 mm ആണ്. അത് ഈ ടേബിൾ 19 ദെയർഫോർ D0 is equal to 20 plus 2. 20 എന്ന് വെച്ചാൽ ഡയമീറ്റർ ഓഫ് ദ ബോൾട്ട് പ്ലസ് ക്ലിയറൻസ് 2. സോൾവ് ചെയ്യുമ്പോൾ 22 എന്ന് കിട്ടും. അപ്പോൾ ബോൾട്ടിൻ്റെ ഡയമീറ്റർ 20 എന്നും ബോൾട്ട് ഹോളിൻ്റെ ഡയമീറ്റർ 22 എന്നും കിട്ടി. ഓക്കെ, ഇനി അടുത്ത ഫിഗറിൽ നിന്ന് നമ്മൾ പറഞ്ഞേക്കുന്ന ഡീറ്റെയിൽ ഫ്രം ദ ഫിഗർ വിഡ്ത്ത് ഓഫ് ദ പ്ലേറ്റ്. പ്ലേറ്റിൻ്റെ വിഡ്ത്ത് B is equal to നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിലുള്ള എല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. ഇതാണ് പ്ലേറ്റിൻ്റെ വിഡ്ത്ത്. അപ്പോൾ തന്നേക്കുന്നത് 40 + 60 + 60 + 40 ചെയ്യുമ്പോൾ നമുക്ക് 200 എന്ന് കിട്ടും. അപ്പോൾ പ്ലേറ്റിൻ്റെ ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വിഡ്ത്ത് 200 എന്ന് കിട്ടും. പ്ലേറ്റിൻ്റെ പിച്ച് ഓൾറെഡി നമ്മൾ ഫിഗർ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു 60 mm ആണ്. പ്ലേറ്റിൻ്റെ എൻഡ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 40 mm ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഇനി അടുത്ത തിക്നെസ്, ഡിസൈനിൽ T എന്ന് പറയുന്ന ടേം പല ഇക്വേഷനിലും വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് തിക്നെസ് സെലക്ട് ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ നമ്മൾ തിക്നെസ് 3 തിക്നെസ്സിൽ നിന്ന് ഏറ്റവും മിനിമം ആണ് എടുക്കേണ്ടത്. ഈ 3 തിക്നെസ് വന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ മെയിൻ പ്ലേറ്റിന് തന്നെ 2 തിക്നെസ് ഉണ്ട്. മെയിൻ പ്ലേറ്റിൻ്റെ തിക്നെസ് T1 18 mm, T2 10 mm. ഇനി കവർ പ്ലേറ്റ് ഉണ്ട്. കവർ പ്ലേറ്റ് നമ്മൾ ഒരുമിച്ചാണ് എടുക്കേണ്ടത്. ഒരുമിച്ചെന്ന് പറയുമ്പോഴത്തേക്കും 2 കവർ പ്ലേറ്റ് ഉണ്ട്. 6 mm കവർ പ്ലേറ്റ് 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. അതിൽ അമ്മി ആഡ് ചെയ്യുമ്പോൾ 12. അങ്ങനെ മൊത്തം 3 തിക്നെസ് കിട്ടി. ഇതിൽ ഏറ്റവും ചെറിയ തിക്നെസ് ഏതാണ് അതാണ് T ആയിട്ട് എഴുതുന്നത്. അപ്പോൾ T is equal to 10 mm എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 2 അടുത്ത സ്റ്റെപ്പാണ് കാൽക്കുലേഷൻ ഓഫ് ഷിയർ സ്ട്രെങ്ത് ഓഫ് ബോൾട്ട്. ബോൾട്ടിൻ്റെ ഷിയർ സ്ട്രെങ്ത്തിൻ്റെ കാൽക്കുലേഷനാണ്. അത് നമ്മൾ VDSB എന്നാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് പേജ് നമ്പർ 75 ക്ലോസ് 10.3 കിടപ്പുണ്ട്. ഈ ഇക്വേഷൻസ് രണ്ടും നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് കിട്ടും. കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല. VDSB is equal to VNSB divided by gamma MB. എഗെയിൻ VNSB കണ്ടുപിടിക്കാനായിട്ട് അടുത്തൊരു ഇക്വേഷൻ ഉണ്ട്. FUB divided by √3 into NNANB plus NSANS. ഗാമ MB എന്ന് വെച്ചാൽ പാർഷ്യൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ്. ഗാമ MBയുടെ വാല്യൂ നമുക്ക് 1.25 എന്ന് കിട്ടും. അത് പേജ് 30 ടേബിൾ നമ്പർ 5 ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കാൽക്കുലേഷൻ ഓഫ് ഷിയർ സ്ട്രെങ്ത്തിൽ വരുന്ന ഇക്വേഷൻ. എഗെയിൻ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷനിൽ NN എന്താണ്, NS എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി കുറേ പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ്. നമ്പർ ഓഫ് ഷിയർ പ്ലെയിൻ ഇൻ ത്രെഡഡ് ഏരിയ ആണ് NN. നമ്പർ ഓഫ് ഷിയർ പ്ലെയിൻസ് ഇൻ ഷാങ്ക് ഏരിയ ആണ് NS. ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. ഫോർ ഡബിൾ കവർ ബഡ് ജോയിൻറ്റ് NN is equal to 1 ആണ്, NS is equal to 1 ആണ്. ഇനി ASB എന്ന് വെച്ചാൽ ഏരിയ ഓഫ് ദ ഷാങ്ക് പോർഷൻ ഓഫ് ദ ബോൾട്ട്. ബോൾട്ടിൻ്റെ ഷാങ്ക് റീജിയനിലെ ഏരിയ, അതായത് സാധാ ബോൾട്ടിൻ്റെ ഏരിയ π/4 D². π/4 into D. ഡയമീറ്റർ ഓഫ് ദ ബോൾട്ട് 20 ആണ്. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടും. ഇവിടെ ഞാനത് സോൾവ് ചെയ്യുന്നില്ല, ഡയറക്റ്റ്ലി നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് ANB എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് ഏരിയ ഓഫ് ദ ബോൾട്ട് അല്ലെങ്കിൽ ത്രെഡഡ് പോർഷനിലുള്ള ബോൾട്ടിൻ്റെ ഏരിയ. അത് കണ്ടുപിടിക്കാനായിട്ട് ഏറ്റവും എളുപ്പം 0.78 into ASB ചെയ്താൽ മതി. ASB എന്താണ് π/4 D² ആണ്. അപ്പോൾ 0.78 into π/4 into 20². അപ്പോൾ രണ്ടിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചു. NNനും NSൻ്റെ വാല്യൂ എഴുതി വെച്ചു. ഇനി ഇക്വേഷനിൽ FUB ബോൾട്ടിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് അത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് 400 ആണെന്ന്. അപ്പോൾ ഇത്രയും വാല്യൂസ് എടുത്ത് എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് VNSB is equal to 400 divided by √3 into NNൻ്റെ വാല്യൂ 1, ANBയുടെ വാല്യൂ 0.78 into π/4 into 20² പ്ലസ് NSൻ്റെ വാല്യൂ 1,
എ എസ് ബിയുടെ വാല്യൂ π/4 × 20 സ്ക്വയർ. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വി എൻ എസ് ബി ഇസ് ഈക്വൽ ടു 129 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യുക, ഇതെടുത്തിട്ട് നമ്മുടെ വി ഡി എസ് ബി എന്ന് പറയുന്ന മെയിൻ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെർഫോർ വി ഡി എസ് ബി ഇസ് ഈക്വൽ ടു വി എൻ എസ് ബി ഡിവൈഡ് ബൈ ഗാമ എം ബി 129 ഡിവൈഡ് ബൈ ഗാമ എം ബി 1.25. സോൾവ് ചെയ്യുമ്പോൾ 103 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടെയാണ് സ്പെഷ്യൽ ഒരു കണ്ടീഷൻ വരുന്നത്. ഈ ഒരു പ്രോബ്ലത്തിൽ എക്സ്ട്രാ നമ്മൾ കൊടുത്തേക്കുന്നത് ഒരു പാക്കിംഗ് പ്ലേറ്റ് ഈ ഒരു ജോയിൻറ്റിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാക്കിംഗ് പ്ലേറ്റ് കൊടുക്കുന്ന പ്രോബ്ലം ആണെങ്കിൽ നമ്മൾ ഒരു പോയിന്റ് കൂടി കൺസിഡർ ചെയ്യണം. ഈ കൊടുക്കുന്ന പാക്കിംഗ് പ്ലേറ്റിൻ്റെ തിക്നെസ് 6 mm മുകളിലാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്ന പാക്കിംഗ് പ്ലേറ്റിൻ്റെ തിക്നെസ് എങ്ങനെ കിട്ടും? മെയിൻ പ്ലേറ്റിൻ്റെ തിക്നെസ് 80, ചെറിയ പ്ലേറ്റിൻ്റെ തിക്നെസ് 10. ഇപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ 8 ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളിവിടെ കൊടുക്കേണ്ട പാക്കിംഗ് പ്ലേറ്റിൻ്റെ തിക്നെസ് 8 ആണ്. ദാറ്റ് ഈസ് 6 mm മുകളിലുള്ള പാക്കിംഗ് പ്ലേറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ക്ലോസ് 10.3.3.3 അനുസരിച്ച്, ക്ലോസ് 10.3.3.3 അനുസരിച്ചിട്ട് 6 mm മുകളിലുള്ള പാക്കിംഗ് പ്ലേറ്റുകൾ കൊടുത്താൽ നമ്മൾ ബീറ്റ പി കെ, ഫാക്ടർ ഫോർ പാക്കിംഗ് പ്ലേറ്റ്, അതാണ് ബീറ്റ പി കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് കണ്ടുപിടിച്ച് അത് വെച്ചിട്ട് ഈ കിട്ടിയേക്കുന്ന വി ഡി എസ് പിയെ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഒരു റിഡക്ഷൻ ഫാക്ടറാണ്. ഇത് അപ്ലിക്കേഷൻ വരുന്നത് ഗ്രേറ്റർ ദാൻ 6 mm പാക്കിംഗ് പ്ലേറ്റ് കൊടുത്താൽ മാത്രമാണ്. നമ്മുടെ പ്രോബ്ലത്തിൽ പാക്കിംഗ് പ്ലേറ്റിൻ്റെ തിക്നെസ് 8 ആണ്. തിക്നെസ് ഓഫ് പാക്കിംഗ് പ്ലേറ്റ് ടി പി കെ എന്ന് പറഞ്ഞാൽ 8 mm ആണ്. അതുകൊണ്ട് ബീറ്റ പി കെ എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ വാല്യൂ കണ്ടുപിടിക്കണം. ഇത് ഈ ഒരു ക്ലോസിൽ കിടപ്പുണ്ട്, കാണാപ്പാടം പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷൻ വരുന്നത് 1 - 0.125 ഇൻറ്റു ടി പി കെ. ടി പി കെ എന്ന് വെച്ചാൽ 8 mm പാക്കിംഗ് പ്ലേറ്റിൻ്റെ തിക്നെസ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബീറ്റ പി കെ റിഡക്ഷൻ ഫാക്ടർ 0.9 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യുക, നമ്മളിവിടെ കണ്ടുപിടിച്ചേക്കുന്ന വി ഡി എസ് ബി ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഓഫ് ബോൾട്ടിൻ്റെ 0.9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് റെഡ്യൂസ് ചെയ്തെടുക്കണം. അപ്പോൾ റിഡക്ഷൻ ഫാക്ടർ ബീറ്റ പി കെ 0.9 എന്ന് കിട്ടി. ദെർഫോർ വി ഡി എസ് ബി ഈക്വൽ ടു കിട്ടിയേക്കുന്ന വാല്യൂ 1.3 ഇൻറ്റു ബീറ്റ പി കെ ചെയ്യുക, 0.9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 93 എന്ന് കിട്ടും. ഇതാണ് ഇവിടെ നമുക്ക് എടുക്കേണ്ട ആക്ച്വൽ വാല്യൂ. ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു സിംഗിൾ പ്ലേറ്റ് കൺസിഡർ ചെയ്താൽ, ഇതാണ് ഒരു സിംഗിൾ പ്ലേറ്റ് അല്ലെങ്കിൽ ഇതാണ് ഒരു സിംഗിൾ പ്ലേറ്റ്, എത്ര ബോൾട്ട് ഉണ്ട്? 1 2 3 4 5 6. ഒരു സൈഡ് ഹാഫ് സൈഡ് കൺസിഡർ ചെയ്താൽ 6 ബോൾട്ടാണ് വരുന്നത്. ഇപ്പം നമുക്ക് കിട്ടിയത് ഒരു ബോൾട്ടിൻ്റെ ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ആണ് 93 എന്ന് കിട്ടിയത്. ദെർഫോർ ടോട്ടൽ ഷിയർ സ്ട്രെങ്ത് ഓഫ് 6 ബോൾട്ട്, 6 ബോൾട്ടിനും കൂടി എത്രയാവും? വി ഡി എസ് ബി ഇൻറ്റു 6, അതായത് 93 ഇൻറ്റു 6 ചെയ്യുമ്പോൾ 558 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ഇതാണ് ആക്ച്വൽ ഒരു പ്ലേറ്റിൽ അല്ലെങ്കിൽ ആ ഒരു ജോയിൻറ്റിൽ കൊടുക്കേണ്ട മൊത്തത്തിലുള്ള ബോൾട്ടിൻ്റെ ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അടുത്തത് സ്റ്റെപ്പ് നമ്പർ 3, കാൽക്കുലേഷൻ ഓഫ് ബെയറിംഗ് സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് വി ഡി പി ബി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എഗെയിൻ പേജ് നമ്പർ 75 ക്ലോസ് 3.4 ഈ പറയുന്ന രണ്ട് ഇക്വേഷൻസും കിടപ്പുണ്ട്. വി ഡി പി ബി ഇസ് ഈക്വൽ ടു വി എൻ പി ബി ഡിവൈഡ് ബൈ ഗാമ എം ബി. വി എൻ പി ബി കണ്ടുപിടിക്കാൻ വേണ്ടി 2.5 ഇൻറ്റു കെ ബി ഇൻറ്റു ഡി ഇൻറ്റു ടി ഇൻറ്റു എഫ് യു. എഗെയിൻ ഗാമ എം ബി നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പിൽ ചെയ്ത പോലെ 1.25 ആണ്. പേജ് നമ്പർ 30 കിടപ്പുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് അൺനോൺസ് ഉണ്ട് അല്ലേ. ഇതിനകത്ത് ഡി എന്ന് വെച്ചാൽ ഡയമീറ്റർ ഓഫ് ബോൾട്ട് നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ടി തിക്നെസ് ഓഫ് ദ മിനിമം തിക്നെസ് ആണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എഫ് യു എന്ന് വെച്ചാൽ പ്ലേറ്റിൻ്റെ സ്ട്രെങ്ത് ആണ്, പ്ലേറ്റിൻ്റെ സ്ട്രെങ്ത് 410 ആണ്. ഇതൊക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പക്ഷേ നമുക്ക് കെ ബി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ കെ ബി കണ്ടുപിടിക്കാനായിട്ട് എഗെയിൻ നമുക്ക് 4 വാല്യൂസ് ഉണ്ട്. ഈ 4 വാല്യൂ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഏറ്റവും മിനിമം വേണം എടുക്കുക. ദെർഫോർ കോൺസ്റ്റന്റ് കെ ബി ഈസ് ദ മിനിമം ഓഫ് ദീസ് 4 വാല്യൂസ്. അപ്പോൾ ഫസ്റ്റ് വാല്യൂ എന്ന് വെച്ചാൽ E/3D നോട്ട്. ഇ എന്ന് വെച്ചാൽ എൻഡ് ഡിസ്റ്റൻസ് 40 ഡിവൈഡ് ബൈ 3D നോട്ടാണ്. 3 ഇൻറ്റു ഡി നോട്ട് എന്ന് വെച്ചാൽ ബോൾട്ട് ഹോളിൻ്റെ ഡയമീറ്റർ 22. സോൾവ് ചെയ്യുമ്പോൾ 0.606 എന്ന് കിട്ടും. അടുത്ത വാല്യൂ P/3D നോട്ട് മൈനസ് 0.25. അപ്പോൾ പി എന്ന് വെച്ചാൽ പിച്ചാണ് 60 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 22 മൈനസ് 0.25. സോൾവ് ചെയ്യുമ്പോൾ 0.659 എന്ന് കിട്ടും. അടുത്തത് എഫ് യു ബി ഡിവൈഡ് ബൈ എഫ് യു, ബോൾട്ടിൻ്റെ സ്ട്രെങ്ത് ഡിവൈഡ് ബൈ പ്ലേറ്റിൻ്റെ സ്ട്രെങ്ത്. റേഷ്യോ എടുക്കുമ്പോൾ 0.97. അടുത്ത വാല്യൂ 1 ആണ്. ഈ 4 വാല്യൂവിൽ ഏറ്റവും മിനിമം വാല്യൂ ഏതാണോ അതാണ് എന്ത് കെ ബി ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ദെയർഫോർ സെലക്ട് കെ ബി ഈസ് ഈക്വൽ ടു 0.606. ഇനി ബോൾട്ടിൻ്റെ ഡയമീറ്റർ ഫസ്റ്റ് സ്റ്റെപ്പിൽ എഴുതിയിട്ടുണ്ട് 20. തിക്നെസ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് 10 mm. എഫ് യു എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേറ്റിൻ്റെ സ്ട്രെങ്ത് 410. ഇതെല്ലാം എടുത്ത് എന്ത് ചെയ്യുക, ഇക്വേഷൻ നമ്പർ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
ഇക്വേഷൻ നമ്പർ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി എൻ പി ബി ഇസ് ഈക്വൽ ടു 2.5 ഇൻറ്റു കെ ബി ഇൻറ്റു ഡി ഇൻറ്റു ടി ഇൻറ്റു എഫ് യു. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 124.23 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. എഗെയിൻ ഈ വി എൻ പി ബിയുടെ വാല്യൂ എടുത്ത് വി ഡി പി ബിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി ഡി പി ബി ഇസ് ഈക്വൽ ടു വി എൻ പി ബി ഡിവൈഡ് ബൈ ഗാമ എം ബി 124 ഡിവൈഡ് ബൈ 1.25. സോൾവ് ചെയ്യുമ്പോൾ 99.38 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. എഗെയിൻ നമ്മൾ പറഞ്ഞു ഫിഗറിൽ നിന്ന് നമുക്ക് ഒരു സൈഡിൽ 6 ബോൾട്ട് ഉണ്ടെന്നാണ് ഉള്ളത്. അതായത് ഒരു പ്ലേറ്റിൽ 6 ബോൾട്ടാണ് ആക്ട് ചെയ്യുന്നത്. ദെർഫോർ ടോട്ടൽ ബെയറിംഗ് സ്ട്രെങ്ത് ഓഫ് 6 ബോൾട്ട്, ഒരു ജോയിൻറ്റിനെ റെസിസ്റ്റ് ചെയ്യുന്നത് ഈ 6 ബോൾട്ടാണ്. അപ്പോൾ ഒരു സൈഡിലെ ഈ 6 ബോൾട്ടിൽ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ ആ ജോയിൻറ്റ് ഫെയിലിയർ ആകും. അതുകൊണ്ടാണ് നമ്മൾ ഒരു സൈഡിലെ ബോൾട്ട് എടുക്കുന്നത്. മൊത്തം 12 ബോൾട്ട് ഉള്ളെങ്കിലും ആ ജോയിൻറ്റ് ഫെയിലിയർ ആകാനായിട്ട് ഈ 6 ബോൾട്ട് ഫെയിൽ ആയാൽ മതി. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ബോൾട്ടായിട്ട് 6 ആണ് നമ്മൾ എടുക്കുന്നത്. ദെർഫോർ 6 ഇൻറ്റു 99.38 സോൾവ് ചെയ്യുമ്പോൾ 596 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ഇപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ബോൾട്ട് വാല്യൂ സെലക്ട് ചെയ്യാം. ബോൾട്ട് വാല്യൂ അല്ലെങ്കിൽ ബോൾട്ടിൻ്റെ സ്ട്രെങ്ത് വിൽ ബി ഈക്വൽ ടു മിനിമം ഓഫ് വി ഡി എസ് ബി ആൻഡ് വി ഡി പി ബി. വി ഡി എസ് ബി നമുക്ക് 558 എന്നും കിട്ടി. വി ഡി പി ബി നമുക്ക് 596 എന്നും കിട്ടി. ദെർഫോർ ബോൾട്ട് വാല്യൂ അല്ലെങ്കിൽ ബോൾട്ടിൻ്റെ സ്ട്രെങ്ത് വിൽ ബി ഈക്വൽ ടു മിനിമം വാല്യൂ 558 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. അടുത്തത് സ്റ്റെപ്പ് നമ്പർ 5 ആണ്. സ്റ്റെപ്പ് നമ്പർ 5 കാൽക്കുലേഷൻ ഓഫ് സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് ഡ്യൂ ടു റപ്ചർ ഓഫ് ക്രിട്ടിക്കൽ സെക്ഷൻ. പേജ് നമ്പർ 32 ക്ലോസ് 6.3 ടി ഡി എൻ എന്ന് പറയുന്ന ഇക്വേഷൻ കിടപ്പുണ്ട്. അതിൽ എ എൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തൊട്ടടുത്ത പേജിൽ പേജ് നമ്പർ 32 ഏറ്റവും ടോപ്പിൽ കിടപ്പുണ്ട്. അപ്പോൾ ടി ഡി എൻ ഇസ് ഈക്വൽ ടു 0.9 ഇൻറ്റു എ എൻ എഫ് യു ഡിവൈഡ് ബൈ ഗാമ എം എൽ. ഇതിൽ എഫ് യു നമുക്കറിയാം പ്ലേറ്റിൻ്റെ സ്ട്രെങ്ത് ആണ്. ഗാമ എം എൽ എഗെയിൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പേജ് നമ്പർ 30 ടേബിൾ 5 നിന്ന് നമുക്ക് 1.25 എന്ന് കിട്ടും. ഇനി അടുത്ത് എ എൻ നെറ്റ് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പേജ് നമ്പർ 33 ടോപ്പിൽ ഇക്വേഷൻ കിടപ്പുണ്ട്. എ എൻ ഇസ് ഈക്വൽ ടു ബി മൈനസ് എൻ ഇൻറ്റു ഡി നോട്ട് ഇൻറ്റു ടി. ഇവിടെ ബി എന്ന് വെച്ചാൽ പ്ലേറ്റിൻ്റെ ബ്രെഡ്ത്ത്, ഡി നോട്ട് എന്ന് വെച്ചാൽ ബോൾട്ട് ഹോൾഡ് ഡയമീറ്റർ, ടി എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്റ്റഡ് തിക്നെസ്. ഇനി എൻ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ബോൾട്ട് ഇൻ ക്രിട്ടിക്കൽ സെക്ഷൻ. അപ്പോൾ ഒരു ബോൾട്ടിന് ടെൻഷൻ ഫെയിലിയർ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബോൾട്ടിൻ്റെ ലോഡ് പോകുന്ന ഡയറക്ഷൻ ഇതാണ്. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് ഇതാണ് അതിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. ഈ ഡയറക്ഷനിൽ ബോൾട്ടിൻ്റെ ലൈൻ ഓഫ് കോണ്ടാക്റ്റിൽ നിന്നാണ് ഈ ഫെയിലിയർ ഉണ്ടാകുന്നത്. അപ്പോൾ ടെൻഷൻ ഫെയിലിയർ ഉണ്ടാകുമ്പോൾ പ്ലേറ്റ് ഈ ബോൾട്ടിന് അക്രോസ് ആയിട്ട് ഈ രീതിയിൽ വിണ്ട് സെപ്പറേറ്റ് ചെയ്ത് പോകാം. അപ്പോൾ ഇവിടെ നമുക്ക് ബോൾട്ടിൻ്റെ ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ, ഫോർത്ത് റോ, ഈ 4 റോയിൽ എവിടെ വേണമെങ്കിലും ഈ ടെൻഷൻ ഫെയിലിയർ ഉണ്ടാകും. അപ്പോൾ ഇത് എവിടെ എടുത്തു കഴിഞ്ഞാലും നമുക്ക് നമ്പർ ഓഫ് ബോൾട്ട് വരുന്നത് 3 ആണ്. അപ്പോൾ ക്രിട്ടിക്കൽ സെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഇവിടെ, 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 ഇവിടെ. ഇതിലേത് റോ സെലക്ട് ചെയ്താലും നമ്പർ ഓഫ് ബോൾട്ട് എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ടി ഡി എൻ എന്ന് പറയുന്ന ഇക്വേഷനിൽ നമ്പർ ഓഫ് ബോൾട്ട് ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടുന്നത്. ഓക്കെ, ഇതൊക്കെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എ എൻ ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു എൻ ഇൻറ്റു ഡി നോട്ട് ഇൻറ്റു ടി. അപ്പോൾ ബി ബ്രെഡ്ത്ത് 200 നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചു. എന്ന് ഞാനിപ്പോൾ പറഞ്ഞ പോലെ 3 കിട്ടും. ഡി നോട്ട് നമ്മൾ ഡയമീറ്റർ ഓഫ് ബോൾട്ട് ഹോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ച് 22, തിക്നെസ്സും നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 10. സോൾവ് ചെയ്യുമ്പോൾ 1340 mm² എന്ന് കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടി ഡി എൻ ഇസ് ഈക്വൽ ടു 0.9 ഇൻറ്റു ഇപ്പോൾ കിട്ടിയ ഏരിയ ഇൻറ്റു 410 ഡിവൈഡ് ബൈ ഗാമ എം എൽ. സോൾവ് ചെയ്യുമ്പോൾ 395.6 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ഇനി ഇത് വെച്ചിട്ട് സ്ട്രെങ്ത് ഓഫ് ജോയിൻറ്റ് കണ്ടുപിടിക്കാം. സ്ട്രെങ്ത് ഓഫ് ജോയിൻറ്റ് മസ്റ്റ് ബി ദ മിനിമം ഓഫ് വി ഡി എസ് ബി, വി ഡി പി ബി, ടി ഡി എൻ. ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഓഫ് ബോൾട്ട്, ഡിസൈൻ ബെയറിംഗ് സ്ട്രെങ്ത് ഓഫ് ബോൾട്ട്, ഇപ്പോൾ കണ്ടുപിടിച്ച ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ്. ഈ 3 വാല്യൂസ് എഴുതുക. ഇതിലേറ്റവും മിനിമം ഏതാണോ അതാണ് സ്ട്രെങ്ത് ഓഫ് ജോയിൻ്റ് ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. ദെർഫോർ സ്ട്രെങ്ത് ഓഫ് ദ ജോയിൻറ്റ് വിൽ ബി ഈക്വൽ ടു 395.6 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മളോട് സ്ട്രെങ്ത് ഓഫ് ജോയിൻറ്റ് മാത്രമേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് നിർത്തുക. എഫിഷ്യൻസിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ എഗെയിൻ അടുത്ത സ്റ്റെപ്പിൽ ഡിസൈൻ സ്ട്രെങ്ത്, ടെൻസൈൽ സ്ട്രെങ്ത്തിൻ ഈൽഡിങ് കൂടി കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആ റേഷ്യോ കണ്ടുപിടിക്കണമായിരുന്നു. അപ്പോൾ ഈ രീതിയിലാണ് ഡബിൾ കവർ ബഡ് ജോയിൻറ്റ് വിത്ത് ഡിഫറെൻറ്റ് പ്ലേറ്റ് തിക്നെസ് തന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. നിങ്ങൾക്ക് ഡൗട്ട്സോ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.